മാലാഖമാരുടെ കണ്ണുകൾ വചനത്താൽ തുറന്നതുപോലെ ആത്മീയ ഗീതങ്ങളാൽ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന ടെൻഡർ റൈംസിന്റെ മറ്റൊരു ഹൃദ്യമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിന് നല്ലൊരു തുടക്കം കുറിക്കാം. ഇന്നിവിടെ പാടാൻ മാനന്തവാടി രൂപതയിൽ നിന്നും 4 കലാപ്രതിഭകൾ ഇവിടെ എത്തിയിരിക്കുന്നു. അവരുടെ പാട്ടുകൾ കേൾക്കുന്നതിന് മുൻപായി അവരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ആദ്യമായി കടന്നു വരുന്നു ഡെൻസിൽ. ഹായ് ഡെൻസിൽ. ഹായ് ചേച്ചി. സുഖമാണോ? സുഖമാണ്. ഡെൻസിൽ എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 7 വർഷമായി പാട്ട് പഠിക്കുന്നു. 7 വർഷമായി പഠിക്കുന്നല്ലേ? ദൈവം നൽകിയ വലിയൊരു ദാനമാണ് സംഗീതം. സംഗീതം കൂടാതെ മറ്റെന്തെല്ലാം കഴിവുകളുണ്ട് മോന്? ഞാൻ മോണാക്ട് ചെയ്യാറുണ്ട്, പിന്നെ കഥാപ്രസംഗം ചെയ്യാറുണ്ട്. മോന്റെ വീട്ടിൽ ആരൊക്കെ പാടും? എൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരെല്ലാവരും പാടും. എല്ലാവരും തന്നെ പാട്ട് പാടും. അവരൊക്കെ മോനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നന്നായിട്ട് പാട്ട് പാടുക, കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക. ഭക്തിസാന്ദ്രമായ ആത്മീയ ഗീതവുമായി ഇനി കടന്നു വരുന്നു ഏഞ്ചൽ. ഹായ് ഏഞ്ചൽ. ഹായ് ചേച്ചി. മോളുടെ ഇടവകയില് മോളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? എന്നെ പഠിപ്പിക്കുന്ന ഷാൻ ടീച്ചറും പിന്നെ എൻ്റെ പള്ളിയിലുള്ള ടെസ്മി സിസ്റ്ററും. മോൾ എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നു? 1 വർഷമായിട്ട്. 1 വർഷമായിട്ട് പഠിക്കുന്നു. ഇപ്പൊ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടല്ലേ വന്നേ? അതെ. അതെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക. നവവൃന്ദം മാലാഖമാരോടൊത്ത് ദൈവനാമത്തെ പാടി സ്തുതിക്കുവാൻ ഇനി കടന്നു വരുന്നു മെറിൻ. ഹായ് മെറിൻ. ഹായ് ചേച്ചി. മെറിന്റെ ഇടവകയില് മോളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? എൻ്റെ വികാരി അച്ഛൻ. വികാരീശന്റെ പേരെന്താ? ഫ്രാൻസിസ് കുത്തുകല്ലിങ്കൽ അച്ഛൻ. അച്ഛൻ മോളെ എങ്ങനെയൊക്കെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? 2ാമത്തെ കുർബാനയ്ക്ക് എന്നെ എപ്പോഴും പള്ളിയിൽ പാട്ട് പാടിപ്പിക്കും. പിന്നെ എൻ്റെ പാരൻസും എപ്പോഴും നല്ല സപ്പോർട്ട് ചെയ്യും. പാരൻസും ഇടവകയിലുള്ള എല്ലാവരും മോളെ സപ്പോർട്ട് ചെയ്യും അല്ലേ? നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. മോൾ എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഇപ്പം ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പാടാനായിട്ടാണ് വന്നേക്കുന്നത്. അതെ. നല്ല രീതിയിൽ പാടുക. ഭാവിയിൽ വലിയൊരു ഗായികയായി തീരട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക. ടെൻഡർ റൈംസിന്റെ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നു അഭിഷേക്. അഭിഷേക്, സുഖമാണോ? സുഖമാണ്. സംഗീതം ഒരു ദൈവദാനമാണല്ലേ? അതെ. മോൻ ലഭിച്ചിരിക്കുന്ന ആ കഴിവ് ഭാവിയിൽ എങ്ങനെയെല്ലാം വിനിയോഗിക്കാൻ മോൻ ആഗ്രഹിക്കുന്നത്? ധ്യാനങ്ങളൊക്കെ പോയി പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ചെറിയ ആൽബത്തിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. നന്നായിട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നല്ല രീതിയിൽ പാടുക. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ഇമ്പമാർന്ന ഗീതത്തിലൂടെ ദൈവനാമത്തെ വാഴ്ത്തിപ്പാടാൻ ഇനി കടന്നു വരുന്നു ഡെൻസിൽ. ഡെൻസിൽ, ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? സ്നേഹമേകിയ ഇടണമേ. ആരെ ഈ പാട്ട് മോനെ സെലക്ട് ചെയ്ത് തന്നേ? എൻ്റെ അമ്മയാണ് സെലക്ട് ചെയ്തത്. മോന്റെ അമ്മ നന്നായിട്ട് പാടുവോ? പാടും, നന്നായി പാടും. അമ്മയാണ് മോന് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നേ? എല്ലാ പാട്ടുകളും അതെ. മത്സരത്തിനൊക്കെ കൊണ്ടുപോകും? കൊണ്ടുപോകാറുണ്ടല്ലേ? അപ്പൊ നന്നായിട്ട് പാട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അവൻ സ്നേഹത്തിന്റെ മനുഷ്യാവതാരം. ആ സ്നേഹത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ഗാനം സമർപ്പിക്കാം.
ദൈവസ്തുതികൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന വിശുദ്ധ മണിക്കൂറുകൾ. ആരാധനാ ഗീതവുമായി അടുത്തതായി കടന്നു വരുന്നു ഏഞ്ചൽ. ഏഞ്ചൽ ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? സമാധാനം എന്ന ആൽബത്തിൽ നിന്നും മിഥുല മൈക്കിൾ പാടിയ സുന്ദരമായ ഗാനമാണ്. ആരാ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നെ? എൻ്റെ പപ്പയും ചേച്ചിയും പള്ളിയിലുള്ള ടിസ്മിസ്. ഈ പാട്ട് മോക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. പാട്ട് കേൾക്കാൻ നല്ല രസമാണ്, അതുകൊണ്ട് മോൾ ഇത് പാടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചു? ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദിവ്യകാരുണ്യ ഈശോയെ ആശ്രയിക്കുവാൻ ഈ ഗാനം നമുക്കും പ്രചോദനമേകട്ടെ. കുരിശിനു
ആരാധനയുടെ ഉത്സവകാലം. ആരാധനാ ഗീതവുമായി ഇനി കടന്നു വരുന്നു മെറിൻ. മെറിൻ, ഏത് പാട്ടാ ഇന്ന് പാടുന്നത്? എൻ ജീവിതത്തിന്റെ നിധിയായി. എന്നെ തേടി വന്ന ഈശോ എന്ന ആൽബത്തിൽ നിന്നും മിഥുല മൈക്കിൾ പാടിയ സുന്ദരമായ ഗാനമാണ്. ആരാ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നെ? ജയ്സച്ചൻ. ഇന്നിവിടെ പാടാൻ പോകുന്ന പാട്ടിന് മോളുടെ കൂടെ പാടാൻ ആരൊക്കെയാ വന്നേക്കുന്നത്? അഭിമിധു. അവർ രണ്ടുപേരായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ചെയ്തു. നല്ല കോൺഫിഡൻ്റ് ആണ്. ഒരു ടെൻഷനും വേണ്ട, നന്നായിട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമാസ് ലേഖ പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തെ ഈ ഗാനത്തിലൂടെ പ്രഘോഷിക്കാം. വളർത്തേണമേ.
വിശ്വാസദീപം അണയാതെ കാക്കാൻ കർത്താവേ നീ എന്നും തുണയാകണേ. വിശ്വം ഭരിക്കുന്ന തമ്പുരാനേ, പ്രത്യാശയേകുന്ന വിശ്വാസവും വിശ്വസ്തയാകുവാൻ കൃപയുമേകി നിൻ സ്നേഹത്തണലിൽ വളർത്തേണമേ. വിശ്വം ഭരിക്കുന്ന തമ്പുരാനേ, പ്രത്യാശയേകുന്ന വിശ്വാസവും വിശ്വസ്തയാകുവാൻ കൃപയുമേകി നിൻ സ്നേഹത്തണലിൽ വളർത്തേണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും കൂടെ ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇനി കടന്നു വരുന്നു അഭിഷേക്. അഭിഷേക് ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? ദിവ്യമം സ്നേഹമേ പരമ്പൊരുളെ. സാന്ദ്ര സ്നേഹം എന്ന ആൽബത്തിൽ നിന്നുമുള്ള മനോഹരമായ ഗാനമാണ്. എന്തുകൊണ്ടാണ് മോൻ ഈ പാട്ട് സെലക്ട് ചെയ്തേ? എനിക്ക് ഈ പാട്ട് ഭയങ്കരധികം ഇഷ്ടമാണ്. പള്ളിയിലൊക്കെ കുറേ പാടിയിട്ടുണ്ട്. മോൻ്റെ കൂടെ ഇന്ന് പാടാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഡെൻസിലും മിതു. 3 പേരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ആം. ചെയ്തു. അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തെ കാണുന്നു. ആ സ്നേഹത്തിൽ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം ആസ്വദിക്കാം. ദിവ്യമാം സ്നേഹമേ പരമ്പൊരുളേ, ആരാധനയ്ക്കേറ്റം യോഗ്യനേ.
സംഗീതം ഒരു ദിവ്യ ഔഷധമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഭാരങ്ങളും ദുഃഖങ്ങളും സംഗീതത്തിലൂടെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ടെൻഡർ റൈംസിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. 4 കൊച്ചു കൂട്ടുകാരുടെ സുന്ദരവും മധുരവുമായ ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. വരും ആഴ്ചകളിൽ കൂടുതൽ ഇമ്പമാർന്ന ഗാനങ്ങൾ കാണാം.